ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിലെ പങ്ക് പാകിസ്ഥാൻ ഔദ്യോഗികമായി നിഷേധിച്ചെങ്കിലും ഇന്ത്യ അത് മുഖവിലക്കെടുത്തിട്ടുമില്ല. പാക് പ്രതിരോധ മന്ത്രി ഖ്യാജ ആസിഫാണ് സംഭവവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പ്രസ്താവിച്ചത്. പഹൽഗാമിലെ പുൽമേട്ടിൽ വിനോദസഞ്ചാരികളുടെ നേരെ വെടിയുതിർത്തത് 7 ഭീകരരാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതിൽ 2 പേര് മാത്രമാണ് കാശ്മീർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകരർ. വിദേശ ഭീകരർ സംസാരിച്ച ഉറുദു ശൈലി പാകിസ്ഥാനിലെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് കണ്ടുവരുന്നത്. ഇവർക്കൊപ്പം 2 പ്രാദേശിക ഭീകരരും ഉണ്ടായിരുന്നു. എന്നാൽ കാശ്മീരിന്റെ ഏതു ഭാഗത്ത് നിന്നാണ് ഇവർ വരുന്നത് എന്ന് വ്യക്തമല്ല. 3 ഭീകരരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടു കഴിഞ്ഞു. വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം വീതം പാരിതോഷികവും പ്രഖ്യാപിച്ചു. ഭീകരർ എല്ലാം പീർ പഞ്ചാൽ മല നിരകളിൽ നിന്നാണ് അവിടേക്കാണ് രക്ഷപ്പെട്ടത് എന്നാണ് സംശയിക്കുന്നത്. ഇവർക്കായി സൈന്യവും കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങളും നാട്ടുകാരും ജമ്മു കാശ്മീർ പോലീസും തെരച്ചിൽ അവരവരുടേതായ രൂപത്തിൽ തുടരുകയാണ്. ഭീകരരുടെ പക്കൽ ബോഡി ക്യാമറകൾ ഉണ്ടായിരുന്നു. ഇത് ഇക്കാലത്ത് പതിവാണ് എന്ന് ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജമ്മുവിൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഉണ്ടായ എല്ലാ ആക്രമണങ്ങളിലും ബോഡി ക്യാമറകൾ ഉണ്ടായിരുന്നു. ഈ വീഡിയോകളെല്ലാം പ്രചാരണ ആവശ്യങ്ങൾക്കാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇത്തരം വീഡിയോകൾ ഉപയോഗിച്ച് ലഷ്കർ ഇ ത്വയ്ബ പ്രചാരണ വീഡിയോകൾ പുറത്തിറക്കിയിട്ടുണ്ട്. മിക്ക വിനോദസഞ്ചാരികളുടെയും തലയിലോ നെഞ്ചിലോ വെടിവെച്ചാണ് ഭീകരർ മരണം ഉറപ്പാക്കിയത് എന്നും പോലീസ് പറഞ്ഞു. എങ്ങനെയാണ് ഭീകരർ കാശ്മീരിൽ പ്രവേശിച്ചതെന്നോ അവരെത്ര നാളായി താഴ്വരയിൽ ഉണ്ടായിരുന്നതെന്നോ വ്യക്തമല്ല. അതിർത്തിയിലെ പഴുതുകൾ ഉപയോഗിച്ച് നുഴഞ്ഞു കയറിയതാകാം എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ടുകൾ. മുതിർന്ന NIA ഉദ്യോഗസ്ഥരുടെ സംഘം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. FIR ഇട്ട ശേഷം ലോക്കൽ പോലീസിൽ നിന്ന് NIA അന്വേഷണം ഏറ്റെടുക്കും. ശ്രീനഗറിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ IB സൈനിക പോലീസ് ഉന്നതരുടെ യോഗം വിളിക്കുകയും ആക്രമണത്തിന് ഇരകളായവരെ സന്ദർശിക്കുകയും ചെയ്തു. ഭീകരർ കാട്ടിൽ നിന്നാണ് വന്നതെന്നും കൂട്ടക്കുരുതിക്ക് ശേഷം ആ വഴി തന്നെ മടങ്ങിയെന്നും ജമ്മു കാശ്മീർ പോലീസിന്റെ വിലയിരുത്തലുണ്ട്. സമീപത്ത് നിന്ന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത മോട്ടോർ ബൈക്ക് കണ്ടെത്തിയെങ്കിലും അത് ഭീകരരെ കടത്താൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നിഗമനം. ഈ പ്രദേശം വിശാലമായിട്ടുള്ള പുൽത്തകിടിയാണ്. ഇവിടെ ടെന്റുകളും ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാൻ പ്ലാസ്റ്റിക് കസേരകളുമുണ്ട്. ചില പ്രാദേശിക കച്ചവടക്കാർ കഹ്വ, ചിപ്സ്, ബിസ്ക്കറ്റ് എന്നിവ സഞ്ചാരികൾക്ക് വിൽക്കുന്നുണ്ട്. 6 കിലോമീറ്റർ അകലെയായിട്ടുള്ള പഹൽഗാം മാർക്കറ്റിൽ നിന്ന് കാൽനടയായോ കുതിരപ്പുറത്തോ ആണ് വിനോദസഞ്ചാരികൾ എത്താറുള്ളത്. ഒരു വശത്തുള്ള ഹപ്പാത്ത് നറിനെയും മറുവശത്തുള്ള ചന്ദൻ വാരിയെയും ബന്ധിപ്പിക്കുന്ന വളരെ വലിയ ഇടതൂർന്ന കാടാണുള്ളത്. കാട്ടിലൂടെ രക്ഷപ്പെട്ട ഭീകരർ ട്രാളിൽ പോലും എത്തിയിരിക്കാം എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇത്തരം ഒരു സുപ്രധാനമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഭീകരരുടെ വരവ് എന്തുകൊണ്ട് സുരക്ഷാ ഏജൻസികൾ തിരിച്ചറിഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഭീകരരുടെ രീതികൾ വളരെയേറെ മാറി എന്നതായിരുന്നു മറുപടി. ഉദാഹരണത്തിന് അനന്ത്നാഗ് ജില്ലയിൽ ഉടനീളം ഒരു പ്രാദേശിക ഭീകരവാദി പോലും സജീവമല്ല. ചില ഇന്റലിജൻസ് വിവരങ്ങൾ കിട്ടിയെങ്കിലും അത് പഹൽഗാമിനെ കുറിച്ചായിരുന്നില്ല. റെയിൽവേക്ക് നേരെയോ പുറത്തുനിന്ന് വന്ന ജോലി ചെയ്യുന്നവർക്ക് നേരെയോ ഭീകരാക്രമണം ഉണ്ടായേക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതെന്ന് ജമ്മു കാശ്മീർ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ ഭീകരർ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. -10 ഡിഗ്രി തണുപ്പിൽ പോലും കാട്ടിൽ നിന്ന് പുറത്തു വരില്ല. അവർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് സാങ്കേതിക വിവരം കിട്ടുക വിഷമകരമാണ്. അവരെപ്പോഴും നീങ്ങിക്കൊണ്ടേയിരിക്കും. സോനാർഗിൽ ഒരു സംഘം ഭീകരർ ഉണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തുമ്പോഴേക്കും അവർ മറ്റൊരിടത്തേക്ക് മാറിയിരിക്കും. ഏതാനും ദിവസത്തിനകം അവർ പഹൽഗാമിന്റെ ഉയർന്ന പ്രദേശത്തോ ബന്ദിപ്പോരിൽ പോലുമോ എത്തിച്ചേരാം, പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. സമീപകാലത്തായി പഹൽഗാമിൽ വൻ ടൂറിസ്റ്റ് തിരക്കാണ്. ഒരു പാർക്കിംഗ് സ്ഥലം പോലും കിട്ടാനില്ല. പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങൾ കാണാൻ ടൂറിസ്റ്റുകൾ പോണികളെ ഉപയോഗിക്കാറുണ്ടത്രേ. അതുകൊണ്ട് തന്നെ ഭീകരരെ പിന്തുടരുന്നതും വളരെ ദുർഘടമാണെന്നാണ് റിപ്പോർട്ട്. ഇവർ ന്യായീകരിക്കുന്നത് പോലെ ഭീകരവാദത്തിനു മതമില്ല എന്ന ന്യായീകരണം അവിടെ നിൽക്കട്ടെ. ഭീകരവാദത്തിനു മതമുണ്ട്. ഈ ഭീകരാക്രമണത്തിന് മതമുണ്ട്. തീവ്രവാദത്തിന് മതമുണ്ട്. തീവ്രവാദികൾക്ക് മതമുണ്ട്. ലിംഗാഗ്രത്തിൽ പോലും മതം കൊണ്ട് നടക്കുന്ന ഈ വിഭാഗത്തിന്റെ ജീവിതത്തിൽ ഉടനീളം വസ്ത്രത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും സംസ്കാരത്തിലാണെങ്കിലും എല്ലാത്തിലും മതം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഈ വിഭാഗം തീവ്രമത വിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇത്ര നോവുന്നത്? പറഞ്ഞതുപോലെ അല്ലേ, ഇനി ഒന്നും നോക്കണ്ട, റിറ്റാലിയേറ്റ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക അല്ലേ.
അത് നമ്മൾ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു എന്താണ് ഈ ഒരു എൻഡിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഔട്ട്കമിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ പിന്നോട്ട് നോക്കിയിട്ട് കാര്യം പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ റെസ്പോൺസ് ആ രീതിയിൽ തന്നെ ആയിരിക്കും വരിക. എന്ന് വെച്ചാൽ അതിന്റെ റിറ്റാലിയേഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണി എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ പറയാ ഇത് നമ്മൾ എത്ര കാലം ചെയ്താലും ഇതിന്റെ എൻഡ് പോയിന്റ് കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഭാഗം നമ്മൾ അഡ്രസ് ചെയ്യണം. ആ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ് ഇങ്ങനെ തള്ളി മറിച്ച് നടക്കും. പക്ഷെ ഇവിടെ നമ്മൾ എന്താ കണ്ടത്, ഇവിടെ റിപ്പോർട്ട് പ്രകാരം കണ്ടത്, ചില വീഡിയോയിലൊക്കെ കണ്ടത്, നിങ്ങൾ മതം ഏതാണ് എന്ന് ചോദിച്ചിട്ട് ചില ആളുകളെ സ്പെയർ ചെയ്ത് വേറെ ചില ആളുകൾ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഒരു മതം തന്നെയായിരുന്നു അവിടെ പ്ലേ ചെയ്തത്. പിന്നെ കശ്മീരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു മതത്തിന്റെ പേരിലുള്ള തീവ്രവാദം അല്ലാതെ മറ്റൊരു തീവ്രവാദം ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഈ തീവ്രവാദത്തെ കുറിച്ച് തൽക്കാലം നമ്മൾ പറയുമ്പോൾ അവിടെ ഈ തീവ്രവാദത്തിന് ഒരു മതം ഉണ്ട് എന്നുള്ള ആ ഒരു പോയിന്റിൽ വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും അതിന്റെ ആ ഒരു വലിയ തോതിലുള്ള അതിന്റെ ഒരു വിഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഇതിനൊരു ഹോളിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ നടത്തിയ ഒരു പഠനവും അതുപോലെ തന്നെ ഇസ്രായേൽ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചില കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായപ്പോൾ അതിനകത്ത് കണ്ട അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ ആന്റിസെമിറ്റിസം എന്ന് പറയുന്ന ഒരു വിഷയം, ജൂതവിരുദ്ധത എന്ന് പറയുന്ന ഒരു സംഗതി. അത് ഇതുപോലെ ഏതെങ്കിലും ഒരു യുദ്ധമുഖത്തോ അല്ലെങ്കിൽ കുറച്ച് തീവ്രവാദികൾ മാത്രം കൊണ്ടുനടക്കുന്ന സാധനമല്ല. അത് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ അടക്കം അത് പറഞ്ഞു വെച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ചെറിയ കുട്ടികൾക്ക് അടക്കം കൊടുക്കുന്ന ഒരു രീതി അത് മദ്രസകളിലല്ല അല്ലാതെയുള്ള പാഠപുസ്തകങ്ങളിൽ വരെ ഉണ്ട് എന്ന് നമുക്ക് അവിടെ തിരിച്ചറിയാൻ കഴിയും. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇതിന്റെ വീഡിയോ ഇതിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നുണ്ടെങ്കിലും അന്ന് നമ്മൾ നടത്തിയ ആ ഒരു ക്ഷീരമുള്ളോരകേടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകെന്ന് കൗതുകമെന്ന് പറഞ്ഞതുപോലെ റോബർട്ട് വാദ്രയുടെ ഭാഗത്ത് നിന്നും വന്നത് കണ്ടു. ആ ഭീകരാക്രമണം എന്തുകൊണ്ട് നടന്നു, തീവ്രവാദ ആക്രമണം എന്തുകൊണ്ട് നടന്നു, ആ കൊല്ലപ്പെട്ട ആളുകളുടെ നീതി, ദൃക്സാക്ഷികളായ ഉറ്റവർ ഉടയവർ, ഇതൊന്നുമല്ല സംസാരിക്കുന്നത്. ആ സമയത്തും അദ്ദേഹത്തിന്റെ ചിന്ത പോയത് നരേന്ദ്രമോദിയിലേക്കാണ്, ഹിന്ദു വിരുദ്ധതയിൽ. നെഹ്റു കുടുംബത്തിൽ നിൽക്കുന്നവരായിരുന്നാലും വന്നവരായിരുന്നാലും ശരി ഈ രൂപത്തിലുള്ള സമീപനമല്ലാതെ അവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പോ ഈ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ വിവാദ പ്രസ്താവനയുമായിട്ടല്ലേ റോബർട്ട് വാദ്രയ്ക്ക് വരാൻ കഴിഞ്ഞത്? ഹിന്ദു വിരുദ്ധത മാത്രമാണ് ഇവർക്ക് സംസാരിക്കാനുള്ളത്. മുസ്ലിം പ്രീണനവും. ഒരു ഭാഗത്ത് ഹിന്ദു വിരോധം പറയുമ്പോൾ മറുഭാഗത്ത് നടക്കുന്നത് ഇസ്ലാമിക പ്രീണനമാണ്. രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വേർതിരിവുണ്ടായിട്ടുണ്ട്. മതം തിരിച്ചറിഞ്ഞു കൊല നടത്തിയതിന്റെ കാരണം മതതീവ്രവാദമാണ് എന്ന് പറയാൻ റോബർട്ട് വാദ്രയ്ക്ക് കഴിയില്ല. അത് പ്രധാനമന്ത്രിക്കുള്ള സന്ദേശമാണത്രേ. കാരണം ഇത് മതതീവ്രവാദമാണ് എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ തീവ്രവാദത്തെ അഡ്രസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് റോബർട്ട് വാദ്രയ്ക്ക് അങ്ങനെ പറയാൻ പറ്റാതെ പോയത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇന്നലെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതാണ്. അതിന് തക്കതായ രൂപത്തിൽ മറുപടി പറയാൻ, മറുപടി ചെയ്ത് കാണിക്കാൻ ഒരുങ്ങുന്ന ഈ രാജ്യത്തിനൊപ്പം നിൽക്കാതെ, നിരപരാധികളായ കൊല്ലപ്പെട്ട 29 ഇരകളോടൊപ്പം നിൽക്കാതെ, ഉറ്റവരുടെയും ഉടയവരുടെയും മരണം നേരിട്ട് കണ്ടു മരവിച്ചു നിൽക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം നിൽക്കാതെ, 29 കുടുംബങ്ങളുടെ അത്താണികളായ പുരുഷ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ ക്രൂരതകളോട് കടുത്ത നടപടി കൊടുക്കണം, നടപടിക്ക് തിരിയണം എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കാതെ ഇപ്പോഴും ഇവർ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് ആരെയാണ് എന്ന് അദ്ദേഹത്തിന്റെ ആ നടപടിയിൽ, അദ്ദേഹത്തിന്റെ ആ നിലപാടിൽ, വിവാദ പ്രസ്താവനയിൽ സകലതുമുണ്ട്. നന്ദി.